ചരിത്രത്തിന്റെ കയ്യൊപ്പ് വീണ നഗരം, കേരളത്തിന്റെ അക്ഷര തലസ്ഥാനം, ജാതിമത വ്യത്യാസങ്ങൾക്കതീതമായി മധ്യകേരളത്തിലെ സാധാരണ മനുഷ്യരുടെ കലാ സാംസ്കാരിക കാർഷിക കൂട്ടായ്മകളുടെ നഗരം. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്നാൽ നേടാനാവാത്ത ആത്മവിശ്വാസവും ജീവിത വിജയവും ജീവിതത്തിന്റെ സന്തോഷങ്ങളും സംതൃപ്തിയും സ്വാശ്രയ സംഘങ്ങളിലൂടെ കൂട്ടായി ശ്രമിച്ചാൽ നേടിയെടുക്കാമെന്ന് സ്വന്തം ജീവിത വിജയങ്ങളിലൂടെ തെളിയിച്ച 55,000-ഓളം സാധാരണക്കാരായ ഗ്രാമീണരുടെ പ്രത്യാശയുടെ നഗരം. ഇത്രയൊക്കെ പ്രത്യേകതകളുള്ള കേരളത്തിലെ ഒരു നഗരം കോട്ടയമല്ലാതെ മറ്റെവിടെയാവാനാണ്? മധ്യകേരളത്തിലെ നാനാ മതസ്ഥരായ സാധാരണ മനുഷ്യരുടെ സമഗ്രമായ ജീവിത പുരോഗതിയുടെ ജീവരക്തം പമ്പുചെയ്യുന്ന കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സാമീപ്യം കൊണ്ട് അനുഗ്രഹീതമായ നഗരം എന്നുകൂടി ഇന്ന് കോട്ടയത്തെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. പ്രവർത്തനങ്ങളിലുള്ള വ്യത്യസ്തതയും പുതുമയും കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ മുഖമുദ്രയാണ്. 1994 സ്വാശ്രയ സംഘങ്ങൾ പുരോഗമന വികസന ചിന്തകൾ നാട്ടിൽ നടപ്പാക്കുന്നതിന് വേണ്ടി ആരംഭിച്ചതും അങ്ങനെ വ്യത്യസ്ത ചിന്തയുടെ തുടക്കമായിട്ടായിരുന്നു. 1997 ആദ്യമായിട്ട് സ്വാശ്രയ സംഘാംഗങ്ങൾക്ക് കൂടി വരുന്നതിന് വേണ്ടിയുള്ള ഒരവസരമായി കാർഷിക മേളയോടൊപ്പം സ്വാശ്രയ സംഘ മഹോത്സവവും ആരംഭിച്ചത്. ഈ സ്വാശ്രയ സംഘ മഹോത്സവവും ചൈതന്യ കാർഷിക മേളയോടും ചേർന്ന് ഗ്രാമങ്ങളിലുള്ള നാനാജാതി മതസ്ഥരായ ജനങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാനും അവരുടെ കലാപരവും കായികവുമായ കഴിവുകൾ പൊതുസമൂഹത്തിൽ പ്രകടിപ്പിക്കുന്നതിനുമുള്ള അവസരമൊരുക്കുന്നതിനോടൊപ്പം തന്നെ കാർഷിക രംഗത്തെ നിരവധിയായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കാർഷിക മേള കൂടി ക്രമീകരിച്ചിരിക്കുന്നു. ഇവിടെ ഫലവൃക്ഷങ്ങളുടെയും അതോടൊപ്പം തന്നെ എല്ലാവിധ കാർഷിക വിഭവങ്ങളുടെയും ഒരുക്കങ്ങൾ ക്രമീകരിക്കുന്നതോടൊപ്പം തന്നെ വ്യത്യസ്തമായിട്ട് ഓരോ വർഷവും ഈ മേള സംഘടിപ്പിക്കുവാനാണ് ഞങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. 2014 അന്താരാഷ്ട്ര കുടുംബ കൃഷി വർഷാചരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഓരോ ഗ്രാമത്തിലും സ്വാശ്രയ സംഘാംഗങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ അവർക്ക് സമ്മാനമായി ഓരോ ദിവസവും സെമിനാറുകൾക്ക് ശേഷം നൽകി വരുന്നത് മുളപ്പിച്ച വിത്തിനങ്ങളാണ്. അതിൻ്റെ കാരണം ഈ നാട്ടിൽ ജൈവ വൈവിധ്യം സാധ്യമാക്കുന്നതോടൊപ്പം തന്നെ ഭക്ഷ്യസുരക്ഷയും സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജൈവ കൃഷി രീതിയിലുള്ള പ്രവർത്തന ശൈലി ഈ ക്യാമ്പസിൽ മാതൃകകളായി ഞങ്ങൾ അനുവർത്തിക്കുകയും അത് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി ലഭ്യമാക്കുകയും ചെയ്യുക. സമൂഹത്തിൽ പിന്നോക്കാവസ്ഥയിലായിരിക്കുന്ന സാധാരണക്കാരായ ജനവിഭാഗങ്ങളാണ് ഈ പദ്ധതിയുടെ പങ്കാളികളായി മാറുക. മധ്യ കേരളത്തിലെ 5 ജില്ലകളിലെ 80 പ്രവർത്തന ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചാണ് കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രവർത്തിക്കുക. എല്ലാ മതവിഭാഗം ജനങ്ങൾക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും അഭിവൃദ്ധിയും ലഭിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ലഭ്യമാകുന്ന ഓരോ സാധ്യതയും തുടർന്ന് അടുത്ത ഒരു വർഷക്കാലത്തേക്ക് ഗ്രാമങ്ങളിലുള്ള സ്വാശ്രയ സംഘാംഗങ്ങൾക്ക് പ്രവർത്തന മൂലധനമായി ലഭ്യമാക്കുവാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം തുടങ്ങിയ ജില്ലകളിലെ സാധാരണക്കാരായ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം എന്നിവയോടൊപ്പം തന്നെ അവരുടെ സമഗ്രമായ ജീവിത പുരോഗതി ലക്ഷ്യമാക്കിക്കൊണ്ട് 1964 സെപ്റ്റംബർ 14 കോട്ടയം അതിരൂപതയുടെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച സാമൂഹ്യ സേവന പ്രസ്ഥാനമാണ് കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി. വീടുകളിൽ ഒതുങ്ങിക്കൂടിയിരുന്ന സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞങ്ങൾ നടത്തുന്ന പരിശ്രമങ്ങൾ, ഞങ്ങൾ എന്ത് ആശയം മുന്നോട്ട് വെച്ചാലും ഞങ്ങളുടെ സ്വാശ്രയ സംഘാംഗങ്ങൾ KSSനോടുള്ള ആത്മാർത്ഥതയെ പ്രതി ഒരിക്കൽ പോലും അവർ മുൻപോട്ട് വെച്ച കാല് പിറകോട്ടെടുത്ത് വയ്ക്കാറില്ല. എല്ലാ മാസവും ഞങ്ങൾ ഗ്രാമങ്ങളിൽ, കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിൽ സെമിനാറുകൾ വയ്ക്കുമ്പോൾ സെമിനാറുകൾക്ക് ശേഷം അവർക്കൊരു കൊച്ചു ഗിഫ്റ്റ് കൊടുത്തു വിടുന്നത് ഈ ചെറിയ മുളപ്പിച്ച തൈകളാണ്. നമ്മൾ പലപ്പോഴും ഞങ്ങൾക്ക് അനുഭവങ്ങൾ ഇവരിലൂടെ അല്ലെങ്കിൽ സ്വാശ്രയ സംഘാംഗങ്ങളിലൂടെ സംസാരിക്കുമ്പോൾ മനസ്സിലായി പലയിടത്തുനിന്നും വിത്തുകൾ കിട്ടുന്നുണ്ട്. അത് ഏതെങ്കിലും പെട്ടിയുടെ മുകളിലോ അലമാരിയുടെ അകത്തോ അല്ലെങ്കിൽ മുറിയുടെ മൂലയ്ക്കോ കിടക്കും. അത് ആരും പ്രയോജനപ്പെടുത്തില്ല. ഒത്തിരി വിത്തുകൾ കിട്ടാഞ്ഞിട്ടല്ല കൃഷി ചെയ്യാത്തത്, പക്ഷെ അതിനൊരു മനോഭാവമില്ലാത്തതാണ്. പക്ഷേ തൈകൾ കൊടുക്കുമ്പോൾ ഞങ്ങൾ പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഒരു കുഞ്ഞുണ്ടായി അതിനെ നശിപ്പിക്കുന്നത് അമ്മമാർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ശാപമാണ്. ഇതുപോലെയാണ് നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്നത്. അങ്ങനെ ഒരു ആശയം ജനങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ കൊടുക്കുന്ന തൈകളൊന്നും അവർ നഷ്ടപ്പെടുത്തില്ല, എല്ലാം എങ്ങനെയെങ്കിലും പരിപാലിക്കാനായിട്ട്. അതോടൊപ്പം ഞങ്ങൾ പറയുന്നു അമ്മമാർ മാത്രം അതിനകത്ത് ശ്രദ്ധിച്ചാൽ പറയാം, പുതിയ തലമുറയെ കൂടി ആ കൃഷി രീതിയെ പരിചയപ്പെടുത്തണം. അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് സ്ത്രീകളോട്, പുരുഷന്മാരോട്, ഞങ്ങളുടെ സ്വാശ്രയ സംഘങ്ങൾ വ്യത്യസ്തത നിറഞ്ഞ ഒത്തിരിയേറെ അംഗങ്ങളുണ്ട്, എല്ലാവരോടും പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ MSW പഠിച്ചു അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് പ്രൊഫഷണലായിട്ട് പഠിച്ചു എന്നുള്ളതല്ല, അത് ജനങ്ങളിലേക്ക് എത്തിക്കുക. ജനങ്ങൾ
കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് അങ്ങനെ ഒരു മനോഭാവം വളർത്തിയെടുത്താലേ ഉള്ളൂ. കുടുംബത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന സ്ത്രീ എന്ന് പറയുന്ന, അമ്മ എന്ന് പറയുന്ന അമ്മമാരുടെ മനസ്സ് അതിനായിട്ട് ഉണർന്നാൽ ഒരിക്കൽ പോലും നമ്മുടെ കുടുംബങ്ങളിൽ ഒരു പരാജയം കാണില്ല. ഇന്ന് പല കുടുംബങ്ങളും അധപതനത്തിലേക്ക് പോകുന്നതിൻ്റെ ഏക കാരണവും ഇത് തന്നെയാണ്, മാനസികമായിട്ടുള്ള അടുപ്പമില്ലായ്മ, അതിൻ്റെ പിന്നിലെ പല പ്രശ്നങ്ങൾ. അത് അമ്മ ഒന്ന് ഉണർന്നാൽ അതാണ് അടുത്ത തലമുറയ്ക്ക് അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് എന്നും ഞാൻ പറയും. യുണൈറ്റഡ് നേഷൻസ് 2014 കുടുംബ കൃഷി വർഷമായി ആചരിക്കുന്ന വേളയിൽ KSSSന്റെ 50ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെയും കൃഷി വകുപ്പിന്റെയും ആകാശവാണിയുടെയും സഹകരണത്തോടെ കാർഷിക വിള പ്രദർശനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള 17ാമത് ചൈതന്യ കാർഷിക മേളയും ചൈതന്യ സ്വാശ്രയ സംഘ മഹോത്സവവും ആഘോഷിക്കാൻ കഴിഞ്ഞത് അതിന്റെ സംഘാടകർക്ക് അഭിമാനിക്കാനുള്ള വക നൽകുന്നതാണ്. നവംബർ 26 മുതൽ 30 വരെ കോട്ടയം തെള്ളകം ചൈതന്യ പാസ്റ്ററൽ സെന്ററിൽ വൻപിച്ച ജനപങ്കാളിത്തത്തോടെയാണ് മേള നടന്നത്. ഓരോ ദിവസവും ഓരോ ഗ്രാമങ്ങളെ പ്രതിനിധീകരിച്ച്, ഓരോ മേഖലയെ പ്രതിനിധീകരിച്ച് ജില്ലയിലെ ജനങ്ങൾക്ക് ഒത്തുകൂടാനും തങ്ങളുടെ വിവിധ ഉൽപ്പന്നങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കാനും വിപണനം നടത്താനുമുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് മേളയുടെ സംഘാടകർ ഇവിടെ. തുടക്കകാലത്ത് 3 സ്റ്റാളുകളും ഒരു ദിവസത്തെ പരിപാടികളുമായി ആരംഭിച്ച ചൈതന്യ കാർഷിക മേള അതിന്റെ ഈ 50ാം വാർഷിക ആഘോഷവേളയിൽ 350 സ്റ്റാളുകളും വിവിധ കലാസാംസ്കാരിക പരിപാടികളുമായി വലിയ ജനപങ്കാളിത്തത്തോടെ 5 ദിവസം നീണ്ട വലിയ ഒരു ആഘോഷമായി മാറ്റാൻ കഴിഞ്ഞു എന്നതിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിമാനിക്കാനുള്ള വകയുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ മാനസികവും ശാരീരികവുമായ സന്തോഷവും അറിവും പകർന്നുകൊടുക്കുന്ന പുഷ്പ ഫല പ്രദർശനം, വിവിധതരം പക്ഷിമൃഗാദികളുടെ പ്രദർശനവും വിപണനവും, കുട്ടികൾക്കായുള്ള അമ്യൂസ്മെന്റ് പാർക്കും കൂൺമേളയും പൊതുവിള പ്രദർശനവും, വിവിധയിനം കാർഷിക വിളകളുടെയും പച്ചക്കറി തൈകളുടെയും പ്രദർശനവും വിപണനവും ഒക്കെ ഈ മേളയുടെ എടുത്തു പറയത്തക്ക ആകർഷകങ്ങളായിരുന്നു. കൂടാതെ KSSSന്റെ സാമൂഹ്യക്ഷേമ കർമ്മ പദ്ധതികളുടെ ഉദ്ഘാടനം, സ്വാശ്രയ സംഘ കലാവിരുന്നുകൾ, സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരുടെ സാന്നിധ്യം എന്നിവ കൊണ്ടൊക്കെ പ്രകാശം പരത്തി നിന്ന ഒരു മഹോത്സവം തന്നെയായിരുന്നു ചൈതന്യ കാർഷിക മേള. പതിനേഴാമത് കാർഷിക മേളയിൽ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ചെയ്യുന്ന ഒരു പ്രത്യേകതയാണ് ഈ പനങ്കഞ്ഞി എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ നാട്ടിലൊന്നും കഴിച്ചിട്ടില്ല, പക്ഷേ ഇവിടെ വന്ന് കോട്ടയത്ത് വന്നാണ് അത് പരിചയപ്പെട്ടത്. അപ്പോൾ ഇത് പനങ്കഞ്ഞി കഴിക്കാനായിട്ട് പഴയ കുണുക്കിട്ട അല്ലെങ്കിൽ പ്രായമായ അമ്മച്ചിമാർ പാത്രവുമായിട്ട് ഇവിടെ എത്തും. കാരണം പഴയ കാലത്ത് കിട്ടിയതാണ്. ഇന്ന് അങ്ങനത്തെ ഒരു ഫുഡൊന്നും പുതിയ തലമുറയ്ക്കില്ല. പനങ്കഞ്ഞി ഉണ്ടാക്കുന്നത് നമുക്കറിയാം, ഒരു വിഭാഗം ആൾക്കാർ താറാവിന് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പശുവിന് കൊടുക്കാനായിട്ട് അരിഞ്ഞുണക്കി കൊടുക്കുന്ന പന നമ്മുടെ ഇവിടുത്തെ സ്വാശ്രയ സംഘാംഗങ്ങൾ പന വെട്ടിയെടുത്ത് അരിഞ്ഞു ഉണക്കി പൊടിച്ച് അതിൻ്റെ കട്ട് കളഞ്ഞ് അത് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചേക്കുക സ്വാശ്രയ സംഘങ്ങൾക്ക് കുറുക്കി കൊടുക്കാനായിട്ട്. ഇവിടുന്ന് ഇഷ്ടംപോലെ സ്ത്രീകൾ കേരളത്തിൽ മാത്രമല്ല ഇവിടെ ഈ ഭാഗത്തുള്ള കോട്ടയം ജില്ലയിലുള്ള അംഗങ്ങളൊക്കെ വരുമ്പോൾ അമേരിക്കയ്ക്കോ ഓസ്ട്രേലിയയ്ക്കോ കൊണ്ടുപോകും. അവരുടെ ഗെറ്റ് ടുഗദർ വരുമ്പോൾ കൊണ്ടുപോകാനായിട്ട് ഇവിടെ മേടിച്ചിട്ട് പോകും. ഈ തവണ കാർഷികമേള വരുന്നതിന് മുമ്പേ കുറേ സ്ഥലത്തു നിന്നൊക്കെ ഫോൺ കോൾ കിട്ടി, ഞങ്ങൾക്ക് വച്ചേക്കണം പനംപൊടി അല്ലെങ്കിൽ ഈന്തങ്ങപ്പൊടി അല്ലെങ്കിൽ കൂവപ്പൊടി. കൂവപ്പൊടിയൊക്കെ നമുക്ക് ലഭ്യമാണ് പലയിടത്തും, പക്ഷേ ഈന്തങ്ങപ്പൊടി അല്ലെങ്കിൽ പനംപൊടി ഒന്നും ലഭ്യമല്ല. ഓരോ പ്രദേശത്തിൻ്റെയും ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുസരിച്ചുള്ള ധാന്യങ്ങളും മറ്റ് ഭക്ഷ്യവസ്തുക്കളും മാത്രമേ അതത് മണ്ണിൽ വിളയൂ, അതേ അവിടുത്തെ മനുഷ്യരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവൂ എന്ന് പഴമക്കാർ പറയുമായിരുന്നു.
ഇവിടുത്തെ മണ്ണിൽ വിളയുന്ന ചേനയും ചേമ്പും കാച്ചിലും നാടൻ പച്ചക്കറികളും പുന്നെല്ലരിയും കഴിച്ചു ശീലിച്ച കഴിഞ്ഞ തലമുറയുടെ ആരോഗ്യവും ആത്മവിശ്വാസവും പുതിയ ഭക്ഷണശീലങ്ങളുള്ള പുത്തൻ തലമുറയ്ക്ക് ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കടുത്തുരുത്തി റീജിയൻ്റെ കോർഡിനേറ്ററായിട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ 80 ഗ്രാമങ്ങളിലുള്ള ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പരിശീലനങ്ങൾ നൽകുന്നതിനായിട്ട് ഞാനിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ കരിക്കിൻ്റെ വിവിധ ഉൽപ്പന്നങ്ങളാണ് ഞാനിപ്പോൾ പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നത്. കരിക്ക് കൊണ്ട് എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നത്. കരിക്കും ജ്യൂസ്, കരിക്കും ഷെയ്ക്ക്, കരിക്കും കൊണ്ടുള്ള ചിപ്സ് ഇവയൊക്കെ നിർമ്മിക്കാനായിട്ട് 80 ഗ്രാമങ്ങളിൽ പോയി സ്വാശ്രയ സംഘങ്ങളായ വനിതകൾക്കും പുരുഷന്മാർക്കും ക്ലാസ് കൊടുക്കുന്നു. അവരതിലൂടെ പരിശീലനം നേടി അവരുടെ വരുമാന മാർഗങ്ങളായ പ്രവർത്തനമായിട്ട് കണ്ടുകൊണ്ട് വരുമാനം കിട്ടത്തക്ക രീതിയിൽ അവർ ഓരോ ഗ്രാമങ്ങളിൽ ഇതിൻ്റെ സ്റ്റാളുകൾ രൂപീകരിക്കുക, അതിലൂടെ മറ്റുള്ള അംഗങ്ങൾക്കും പരിശീലനങ്ങൾ കൊടുത്തു പോകുന്നു. നഗരവൽക്കരണത്തിൻ്റെയും ഫാസ്റ്റ് ഫുഡ് സംസ്കാരങ്ങളുടെയും തള്ളിക്കയറ്റത്തിൻ്റെയും ഭാഗമായി നമ്മുടെ തീൻമേശകളിൽ നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന പല പഴയകാല പലഹാരങ്ങളും അതിൻ്റെ തനിമ നഷ്ടപ്പെടുത്താതെ ഒരു ഓർമ്മ പുതുക്കൽ പോലെ ഈ മേളയിലെ ഭക്ഷണശാലയിൽ നിന്ന് ലഭിക്കുന്നു. ഇതാണ് പിടിയും കോഴിയും. കോട്ടയം, ഇടുക്കി പ്രദേശങ്ങളിലെ പ്രധാന വിശേഷ ദിവസങ്ങളിലെ ഏറെ വിശിഷ്ടമായ ഒരു വിഭവമാണ് പിടിയും കോഴിയും. പഴയ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും ഒരുപോലെ പ്രിയപ്പെട്ട ആഹാരം. ജ്ഞാനായക്കാരുടെ വിശിഷ്ട ഭക്ഷണം കൂടിയാണ് പിടിയും കോഴിയും. മലയാളിയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമായി നിലനിന്നിരുന്ന മിക്ക ആഘോഷങ്ങളും ഇവിടുത്തെ കാർഷിക വിളവെടുപ്പ് കാലങ്ങളുമായി ബന്ധപ്പെട്ടാണ് നടന്നിരുന്നത്. എന്നാൽ വിളവെടുപ്പുകൾ തന്നെ കുറഞ്ഞു വന്നതോടെ സ്വാഭാവികമായും വിളവെടുപ്പ് ഉത്സവങ്ങളും കുറഞ്ഞു. പ്രായം ചെന്നവർക്ക് പഴയ ആ കാലത്തെ ആഘോഷങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ പുതുക്കാനും പുതിയ തലമുറയ്ക്ക് മലയാളിയുടെ ആ ഗതകാല ആഘോഷങ്ങളെ പരിചയപ്പെടാനും വേണ്ടി ചൈതന്യ കാർഷിക മേളയിൽ നെല്ലുപാറ്റു മത്സരം, മീൻപിടുത്ത മത്സരം, തെങ്ങുകയറ്റ മത്സരം തുടങ്ങി ഒരുപാട് പഴയകാല ആഘോഷങ്ങളും മത്സരങ്ങളും സംഘടിപ്പിക്കുകയുണ്ടായി. സ്ത്രീ പുരുഷന്മാർ കൂട്ടമായി നിന്ന് ഇങ്ങനെ നെല്ലുപാറ്റുന്ന ഒരു ദൃശ്യം ഇന്നത്തെ കേരളത്തിൽ ഒരു സാധാരണ കാഴ്ചയല്ല. അതുകൊണ്ടുതന്നെ നെല്ലുപാറ്റു മത്സരം ഏറെ ശ്രദ്ധ ആകർഷിക്കുകയുണ്ടായി. സ്വാശ്രയ ദമ്പതിമാരാണ് ഇവിടെ ഈ നെല്ലുപാറ്റു മത്സരത്തിൽ പങ്കെടുക്കുന്നത്. കാഴ്ചക്കാരുടെ തിരക്ക് കണ്ടാൽ അറിയില്ലേ, ഇത് ഏറെ രസകരമായ മീൻപിടുത്ത മത്സരം കാണാനുള്ള തിരക്കുകൂട്ടലാണെന്ന്. ഈ മത്സരത്തിലും ദമ്പതിമാർക്കേ പങ്കെടുക്കാനാവൂ. ഈ ചതുപ്പിൽ ഇട്ടിരിക്കുന്ന മീനുകളെ നിശ്ചിത സമയത്തിനുള്ളിൽ മത്സര നിയമങ്ങൾ തെറ്റിക്കാതെ ഏറ്റവും കൂടുതൽ മീനുകളെ പിടിക്കുന്ന ദമ്പതികൾക്കാണ് ഒന്നാം സ്ഥാനം. തെങ്ങ് കയറി തേങ്ങയിടാൻ ആളെ കിട്ടാതെ കർഷകർ വിഷമിക്കുന്ന കാലമൊക്കെ പോയി. ഇവിടെ തെങ്ങ് കയറ്റ മത്സരമാണ് നടക്കുന്നത്. മാനസിക ഉല്ലാസത്തിനൊപ്പം കർഷകരുടെ ആത്മവീര്യം ഉയർത്താനും ഇത്തരം കേരളീയ മത്സരങ്ങൾ സഹായിക്കുന്നു. ചൈതന്യ കാർഷിക മേള കണ്ടുമടങ്ങുന്ന പഴയ തലമുറയിലെ ഈ പ്രായം ചെന്ന അമ്മയ്ക്ക് പറയാനുള്ളത് കേൾക്കണ്ടേ? ഞാൻ കരിപ്പാടംപള്ളി ഇടവക്കാരിയാണ്. ഞാനിവിടെ വന്ന് എൻ്റെ ഈ കൃഷിയെ ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ അച്ചാച്ചൻ കൃഷിക്കാരനായിരുന്നു. അപ്പോൾ ചേന, വാഴക്കൊല എല്ലാം കണ്ടിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പുതിയ തലമുറയിൽപ്പെട്ട ഈ പെൺകുട്ടിക്ക് മേളയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതൊരു നല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമിന് ഒഴിച്ചത് കൂടാതെ ഇതൊരു ഇൻസ്പിറേഷനും കൂടി ആയിട്ട് മാറുകയാണ് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ഇടയിലും. ഇപ്പം പണ്ടത്തെ പോലെ കൃഷികളൊന്നും തന്നെ നമ്മൾ വീടുകളിൽ ചെയ്യുന്നില്ല. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ വീട്ടിൽ ചെന്ന ഒരു തൈയെങ്കിലും നടണമെന്ന് നമ്മൾ തോന്നിപ്പോവുകയാണ്. അത്രയ്ക്ക് നമുക്കത് പ്രചോദനമാവുകയാണ് നമുക്ക് വിദ്യാർത്ഥികൾക്കുള്ളിലും ഇപ്പോൾ എൻ്റെ ഉള്ളിലും. മേള കണ്ടിറങ്ങുന്ന ഇവരുടെ മനസ്സ് നിറയെ
ചൈതന്യ സ്വാശ്രയ സംഘങ്ങളുടെ കരുത്തു പഠിപ്പിച്ച വിജയപാഠങ്ങളാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്നാൽ ജീവിതത്തിൽ ഒന്നും നേടാനാവില്ലെന്ന തിരിച്ചറിവാണ്. മണ്ണിനെ അറിയാനും മണ്ണിനെ സ്നേഹിക്കാനുമുള്ള മനസ്സുമായിട്ടാണ് ഇവർ ഈ മേളയിൽ നിന്ന് മടങ്ങുന്നത്. കേരള കാർഷിക സർവകലാശാല സ്ഥാപനമായ മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ പച്ചക്കറി തൈകൾ തയ്യാറാക്കുന്ന സാങ്കേതികവിദ്യ ഇന്ന് കാർഷിക മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കിയിരിക്കുന്നു. മണ്ണുത്തി ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസർ ഡോക്ടർ സി നാരായണൻകുട്ടിയാണ് ഈ നേട്ടത്തിന്റെ അമരക്കാരൻ. ഇത് പച്ചക്കറി തൈകൾ ഉണ്ടാക്കുന്ന ഒരു ആധുനിക നഴ്സറിയാണ്. വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ പച്ചക്കറി കൃഷിയിൽ കർഷകർ വിത്തിന് പകരം തൈയാണ് ഉപയോഗിച്ചു വരുന്നത്. നമ്മുടെ രാജ്യത്തും ഈ പ്രവണത അടുത്ത കാലത്തായി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഈ സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ആദ്യമായിട്ട് കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തിയിലാണ്. ഈ നഴ്സറിയിൽ ഏകദേശം 288 സ്ക്വയർ മീറ്റർ സ്ഥലത്താണ് ഈ നഴ്സറി സ്ഥിതി ചെയ്യുന്നത്. 36 മീറ്റർ നീളവും 8 മീറ്റർ വീതിയുമുള്ള ഒരു പോളി ഹൗസാണ്. പോളി ഹൗസിനകത്ത് തൈ ഉണ്ടാക്കുന്നതുകൊണ്ടുള്ള ഒരു വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കീടങ്ങളുടെയും രോഗങ്ങളുടെയും ആക്രമണം ഒരു പരിധിവരെ നമുക്ക് തടുത്തു നിർത്താൻ കഴിയും. ഇവിടെ മണ്ണില്ലാത്തൊരു മിശ്രിതത്തിലാണ് നമ്മൾ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണിൽ കൂടിയുള്ള രോഗങ്ങളും ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മണ്ണിൽ കൂടിയുള്ള രോഗങ്ങളെയും കീടങ്ങളെയും ഒഴിവാക്കിക്കൊണ്ടുള്ള തൈകളായതുകൊണ്ട് ഈ തൈകൾ 100% തന്നെ രോഗകീട വിമുക്തമാണെന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കും. ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണില്ലാത്ത ഒരു മിശ്രിതം, അതായത് ചകിരി കമ്പോസ്റ്റ്, വെർമിക്കുലൈറ്റ്, പെർലൈറ്റ് എന്നീ 3 ഘടകങ്ങൾ 3:1:1 എന്ന അനുപാതത്തിൽ ചേർത്ത് തയ്യാറാക്കുന്ന ഒരു മിശ്രിതത്തിലാണ് തൈകൾ പാകുന്നത്, വിത്ത് പാകുന്നത്. ആ വിത്ത് പാകുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ പ്രോ ട്രേയിലാണ്. ഈ ട്രേയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ വെയിറ്റ് കുറഞ്ഞതും വില കുറഞ്ഞതും അതുപോലെ അതേസമയം നല്ല നീർവാർച്ച നൽകാനായിട്ട് ഇതിൽ വലിയ സുഷിരങ്ങൾ കൊടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് ആണ് ഏകദേശം ഇതിൻ്റെ ഒരു സെല്ലിൻ്റെ സൈസ്. ഇതുപോലെ 104 സെല്ലുകൾ അടങ്ങിയിട്ടുള്ളതാണ് ഒരു ട്രേ. അപ്പോൾ 1 ഇഞ്ച് നീളവും വീതിയും ആഴവുമുള്ള 104 കുഴികളുള്ള ഒരു ട്രേ ആണ് ഈ വിത്ത് പാകാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ കിളിർപ്പിച്ചെടുക്കുന്നവ പിന്നീട് ഗ്രാഫ്റ്റ് ചെയ്ത് ഗുണമേന്മ കൂടിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനായി ഒരേ പ്രായത്തിലുള്ള തൈകളാണ് ഉപയോഗിക്കുന്നത്. അതായത് റൂട്ട് സ്റ്റോക്കും സയോണും ഒരേ പ്രായത്തിലുള്ള തൈകളായിരിക്കണം. ഇവിടെ ഉജ്ജ്വല എന്ന മുളകിനത്തിലാണ് നമ്മൾ സിയറ എന്ന ഇനം ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഉജ്ജ്വല എന്ന് പറയുന്നത് ബാക്ടീരിയൽ വാട്ടത്തിന് പ്രതിരോധ ശക്തിയുള്ള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ ഒരു ഇനമാണ്. സിയറ എന്ന് പറയുന്നത് അത്യുൽപാദന ശേഷിയുള്ള ഒരു ഹൈബ്രിഡ് ഇനമാണ്, പക്ഷേ വാട്ടരോഗം വരുന്ന ഒരു ഇനമാണ്. അപ്പോൾ സിയറയെ നമ്മൾ ഉജ്ജ്വലയിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് വാട്ടരോഗം വരുത്താതെ സിയറ കൃഷി ചെയ്യാവുന്ന വിധത്തിൽ ആക്കി മാറ്റുകയാണ് ഈ ഗ്രാഫ്റ്റിംഗ് സാങ്കേതിക കൊണ്ട് ഇവിടെ ചെയ്യുന്നത്. 15-20 ദിവസം പ്രായമായ ഉജ്ജ്വലയുടെ തൈകൾ ആദ്യമായി അതിൻ്റെ ഒരു 3 സെൻറ്റിമീറ്റർ നിർത്തി മുകൾ ഭാഗം മുറിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ തൈകൾ 1 സെൻറ്റിമീറ്റർ നീളത്തിൽ നെടുകെ പിളർക്കുകയാണ് ചെയ്യുന്നത്. പിളർത്തിയ ശേഷം സയോണിൻ്റെ തൈ മുറിച്ചെടുക്കുന്നു. അടിഭാഗം ഇതുപോലെ 3 സെൻറ്റിമീറ്റർ നിർത്തി മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
എന്നിട്ട് രണ്ട് വശങ്ങളും 1 സെൻറ്റിമീറ്റർ നീളത്തിൽ ചെത്തിയതിന് ശേഷം ഈ പിളർത്തിയ സ്റ്റോക്കിൽ ഇറക്കി വയ്ക്കുന്നു. പിന്നീട് ഈ ക്ലിപ്പ് ഇട്ട് തൈ വീഴാതെ നിർത്തുന്നു. ഗ്രാഫ്റ്റ് ചെയ്ത ഉടനെ ക്ലിപ്പിട്ടതിന് ശേഷം ഈ തൈകൾ ക്ലിപ്പോടുകൂടി ഈ മിസ്റ്റ് ചേമ്പറിനകത്ത് കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത് 4 പുറവും പോളിത്തീൻ കൊണ്ട് ചുറ്റി മൂടിയിട്ടുള്ളതുകൊണ്ട് ഇതിനകത്ത് 100% ആർദ്രത നിലനിർത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ വാടിപ്പോകാതെ നിലനിർത്താനായിട്ടും നമുക്ക് കഴിയുന്നുണ്ട്. ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ ഒരാഴ്ചയ്ക്ക് ശേഷം മിസ്റ്റ് ചേമ്പറിൽ നിന്ന് നമുക്ക് പുറത്തെടുക്കാൻ സാധിക്കും. ഈ സമയം കൊണ്ട് ഈ ഗ്രാഫ്റ്റ് ഒട്ടിച്ചേർന്ന് തൈകൾ വാട്ടം പൂർണ്ണമായും ഒഴിവായിട്ടുണ്ടാവും. ഈ തൈകൾ നമ്മൾ പോളിഹൗസിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു 5 ദിവസം കഴിഞ്ഞാൽ വിൽപ്പനയ്ക്ക് തയ്യാറാകും. KSFE ഭാഗ്യശ്രേയസ് ചിട്ടികളുള്ളപ്പോൾ സ്വന്തമായി ഒരു വീട്, കാറ് ഇതൊന്നും സ്വപ്നങ്ങളാവില്ല. ജീവിതം ഇഴഞ്ഞു നീങ്ങുകയല്ല, പെയ്തിറങ്ങുകയാണ്. ജീവിതം ചിലപ്പോൾ ചുണ്ടുകളെ തൊട്ട് തൊട്ട് പോകും, ചിലപ്പോൾ ശരീരത്തിൽ വന്നണയും. ജീവിതം എപ്പോൾ തുടങ്ങിയാലും അത് വളരും, വളർന്നുകൊണ്ടേയിരിക്കും. ഫിനോലെക്സ് പൈപ്സ്, പുരോഗതി ജീവിതം മുഴുവൻ. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൂപ്പൊലി ദേശീയ കാർഷിക മേള നാളെ മുതൽ. റബ്ബറിന് വളമിടുന്നതിൽ പരിശീലനം. കതിര് 2015 മലയോര കാർഷിക മേള അവസാനിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കേരള കാർഷിക സർവകലാശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ദേശീയ കാർഷിക മേള നാളെ അമ്പലവയൽ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 2 വരെ നടക്കുന്ന മേളയിൽ വിവിധ സർക്കാർ വകുപ്പുകൾ, സ്ഥാപനങ്ങൾ, കാർഷിക സർവകലാശാലകൾ എന്നിവയുടെ പങ്കാളിത്തമുണ്ടായിരിക്കും. കൂടാതെ വിവിധ ഉദ്യാനവിളകൾ, ഫലവർഗ്ഗങ്ങൾ, അവയുടെ കൃഷിരീതികൾ, നെൽവിത്തുകളുടെ ശേഖരം, വൈദ്യുതിയും ഇന്ധനവുമില്ലാതെ പ്രവർത്തിക്കുന്ന പമ്പുകൾ, പക്ഷികൾ, മത്സ്യങ്ങൾ, വളർത്തുമൃഗങ്ങൾ എന്നിവയുടെ പ്രദർശനവും ഉണ്ടാകും. റബ്ബറിന്റെ ശാസ്ത്രീയമായ വളപ്രയോഗ രീതികളിലുള്ള ഏകദിന പരിശീലനം ഈ മാസം 28-ന് കോട്ടയത്തുള്ള റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കും. റബ്ബറിന് വളമിടുന്നതിന്റെ ആവശ്യകത, ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്ന വളങ്ങൾ, കാര്യക്ഷമമായ വളപ്രയോഗം, മണ്ണും ഇലയും പരിശോധിച്ചുള്ള വളമിടൽ തുടങ്ങിയവ പരിശീലനത്തിൽ ഉൾപ്പെടും. പരിശീലന ഫീസ് 400 രൂപ. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് ഫീസ് ഇനത്തിൽ 50% ഇളവ് ലഭിക്കും. വിശദമായ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറുകൾ 0481 2351313, മറ്റൊരു നമ്പർ 0481 2353127. കാസർഗോഡ് ജില്ലയിൽ ബളാൽ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ചേർന്ന് വെള്ളരിക്കുണ്ട് വെച്ച് നടത്തിയ 5ാമത് കതിര് കാർഷിക മേള ഇന്ന് അവസാനിച്ചു. ജനുവരി 13-ന് ആരംഭിച്ച കാർഷികമേളയിൽ വിവിധ കാർഷിക വിഷയങ്ങളെക്കുറിച്ചുള്ള സെമിനാറുകൾ, സൗജന്യ മെഡിക്കൽ പരിശോധനാ ക്യാമ്പ്, കലാസന്ധ്യ തുടങ്ങിയവ സംഘടിപ്പിച്ചിരുന്നു. കൂടാതെ വിവിധ കാർഷിക മേഖലകളിലെ കർഷകർ വിളയിച്ച കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും പഴയകാല കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനവും മേളയുടെ പ്രധാന ആകർഷണങ്ങളായിരുന്നു. വെള്ളായണി കാർഷിക കോളേജിൽ ഞൊടിയൻ തേനീച്ചക്കൂട്,
റാണി അടക്കമുള്ള തേനീച്ച കോളനി, സ്റ്റാൻഡ് എന്നിവ 1400 രൂപയ്ക്കും ഇറ്റാലിയൻ തേനീച്ച ഉൾപ്പെടെ വലിയ കൂട് 4000 രൂപ നിരക്കിലും ലഭ്യമാണ്. റബ്ബർ മരങ്ങളിലെ ഇല പൊഴിഞ്ഞ് പുതിയ തളിരുകൾ വിടരുന്ന ഈ സമയത്ത് തേനീച്ചക്കൂടുകൾ സ്ഥാപിച്ചാൽ പരമാവധി തേൻ ഉൽപ്പാദനം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0471 238 4422. കേരള ടൂറിസം വകുപ്പ്, കൃഷി വകുപ്പ്, മത്സ്യഫെഡ്, നഗരസഭ, കേരള റോസ് സൊസൈറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കനകക്കുന്നിൽ സംഘടിപ്പിച്ച പുഷ്പോത്സവം ഇന്നലെ സമാപിച്ചു. പുഷ്പോത്സവത്തിൽ നടീൽ വസ്തുക്കൾ, കാർഷിക ഉപകരണങ്ങൾ, ഫലവർഗ്ഗങ്ങൾ എന്നിവയുടെ വിൽപ്പനയും ഉണ്ടായിരുന്നു. ടെറസിലും വീട്ടുവളപ്പിലും പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്കുള്ള മത്സരവും സ്കൂൾ തലത്തിൽ പച്ചക്കറിത്തോട്ട മത്സരവും നടത്തി. പാലോട് TBGRIയുടെ ഔഷധ സസ്യ പ്രദർശനവും വിവിധ റോസ് ഇനങ്ങളുടെ വിപുലമായ ശേഖരവും പുഷ്പോത്സവത്തിന്റെ മാറ്റുകൂട്ടി. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 13,850 രൂപ, കോഴിക്കോട് 15,000 രൂപ, തൃശൂർ 14,000 രൂപ. കൊപ്ര കൊച്ചി 9,245, കോഴിക്കോട് 10,000 രൂപ, തൃശൂർ 9,400 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 59,500 രൂപ, കുരുമുളക് ഗാർബിൾഡ് 62,500 രൂപ. ചുക്ക മീഡിയം 20,000 രൂപ, ചുക്ക ബെസ്റ്റ് 22,000. മഞ്ഞൾ സേലം 7,800, ഈറോഡ് 8,400. അടയ്ക്ക പുതിയത് 17,000-നും 18,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 11,000 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 11,800 രൂപ. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 11,000 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 11,900 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 13,850 രൂപ, കൊപ്ര 9,245 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, പിണ്ണാക്ക് റോട്ടറി 3,000. കുരുമുളക് അൺഗാർബിൾഡ് 59,500 രൂപ, കുരുമുളക് ഗാർബിൾഡ് 62,500 രൂപ. ചുക്ക് മീഡിയം 20,000 രൂപ, ചുക്ക് ബെസ്റ്റ് 22,000 രൂപ, മഞ്ഞൾ നാടൻ 6,200 രൂപ. അടയ്ക്ക പുതിയത് 17,000-നും 19,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 280-നും 300-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 490-നും 525-നും മധ്യേ. ജാതിപത്രി 775-നും 800-നും മധ്യേ. ഗ്രാമ്പു 1,025. റബ്ബർ RSS 5 ഗ്രേഡ് 11,000 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 11,800 രൂപ. ഒട്ടുപാൽ 7,500, ലാറ്റക്സ് 7,700. കമ്പോള അവലോകനം. റബ്ബർ വിപണി വൈകാതെ കരുത്ത് തിരിച്ചുപിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് കാർഷിക മേഖല. പകൽ താപനില ഉയർന്നതിനാൽ പല ഭാഗങ്ങളിലും റബ്ബർ മരങ്ങളുടെ ഇലപൊഴിച്ചിൽ ആരംഭിച്ചു. പുതിയ സാഹചര്യത്തിൽ ടാപ്പിംഗ് രംഗം തളരുന്നത് ഷീറ്റ് ക്ഷാമത്തിന് ഇടയാക്കും. ടയർ വ്യവസായികൾ കാർഷിക മേഖലയിലെ ചലനങ്ങൾ നിരീക്ഷിക്കുകയാണ്. കുരുമുളകിന്റെ വില തകർച്ച വിദേശ ഓർഡറുകൾക്ക് അവസരമൊരുക്കുമെന്നാണ് ഒരു വിഭാഗം കയറ്റുമതിക്കാരുടെ കണക്കുകൂട്ടൽ. ആഭ്യന്തര ആവശ്യം കുറഞ്ഞതുമൂലം കഴിഞ്ഞ വാരം മുളക് വില 7,500 രൂപ ഇടിഞ്ഞു. തെക്കൻ കേരളത്തിൽ കുരുമുളക് വിളവെടുപ്പ് പുരോഗമിക്കുകയാണ്. ഓയിൽ മില്ലുകാരുടെ പ്രതീക്ഷയ്ക്കൊത്ത് കൊപ്രയുടെ ലഭ്യത ഉയർന്നില്ല. അതേസമയം വൈകാതെ നാളികേര വിളവെടുപ്പ് ഊർജിതമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടപാടുകാർ. ഏലക്ക നീക്കം ചുരുങ്ങിയത് ഉൽപ്പന്ന വില മെച്ചപ്പെടുത്തി. ആഭ്യന്തര വിദേശ വ്യാപാരികൾ ഏലത്തിൽ താൽപര്യം കാണിച്ചു. മധ്യ കേരളത്തിൽ ജാതിക്കയുടെ ലഭ്യത കുറഞ്ഞത് കണ്ട് ഔഷധ നിർമ്മാതാക്കൾ വില ഉയർത്തി ചരക്ക് സംഭരിച്ചു. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.5 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.2 ഡിഗ്രി സെൽഷ്യസ്, 23.9 ഡിഗ്രി സെൽഷ്യസ്. കൊച്ചി 32, 24.4. ആലപ്പുഴ 33, 23.5. പുനലൂർ 34, 21. തിരുവനന്തപുരം 32.8, 23.5 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.